السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഹാജിമാരെ, സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഈമാൻ പഴച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ മക്കളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഒക്കെ എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കുടുംബങ്ങളെ, മക്കളെയൊക്കെ ബറക്കത്തുള്ളവരും സ്വലാഹുള്ളവരുമാക്കി തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇഹ്റാമിൻ്റെ ആദാബുകളെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിലെ ഹജ്ജുമായി ബന്ധപ്പെട്ടൊരായത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു കഥയും പറഞ്ഞുതരാം. സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്താണ്. എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ആയത്താണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട് അള്ളാഹു കൽപ്പിച്ചു. ഈ കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അല്ലല്ലോ, ആദം നബി അലൈഹി ഇസ്ലാമാണ്. അതിനു മുമ്പ് മലക്കുകളാണ്. കാരണം ഇന്നലത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു, ഖിയാമൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ആരാധനയുടെ ഭാഗമായി, ജനങ്ങൾക്കുള്ള ദീനിൻ്റെയും ദുനിയാവിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ കഅബ സ്ഥാപിക്കുക എന്ന്. നമ്മൾ കഅബ നിർമ്മിച്ചു വന്നു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ. കാരണം ആദം നബി ജനങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ. ഭൂമിയിൽ ആദ്യമുണ്ടായ ഭവനം അള്ളാഹുവിൻ്റെ ഭവനമാണ്. അങ്ങനെ ഹജ്ജിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ആദം നബി അലൈഹി ഇസ്ലാം 40 ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടില്ല നിങ്ങളുടെ ചരിത്രത്തിൽ? നമ്മളെ വാപ്പ 40 ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ടെന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളതാണ്. വാദ്യം ഫിന്നാസ് ബിൽ ഹജ്ജിൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബിയും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൂഫാൻ്റെ കാലഘട്ടത്തിൽ അത് തകർന്നു പോയി, അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ടെന്തോ തകർന്നു പോയി. അപ്പോൾ രണ്ടാമത് നിർമ്മിക്കുക എന്നുള്ള പണി, പുനർനിർമ്മാണം എന്ന ജോലി ഇബ്രാഹിം നബിക്കും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനാണ് കൊടുത്തത്. അന്ന് ജനങ്ങളൊന്നും അവിടെ താമസമില്ല, നിങ്ങൾക്കറിയാലോ. ഇബ്രാഹിം നബിയാണ് പിന്നീട് രണ്ടാമത് അവിടെ താമസം തുടങ്ങുന്നത്. തകർന്നു പോയിരുന്നു ആ നഗരം മൊത്തം. വാദ്യം ഫിന്നാസി ബിൽ ഹജ്ജ്. ജനങ്ങളിൽ നിങ്ങൾ ഹജ്ജ് കൊണ്ട് വിളിച്ചു പറയണം. 2 ബാങ്കാണുള്ളത്. ഒന്ന് നിസ്കാരത്തിൻ്റെ ബാങ്കും ഒന്ന് ഹജ്ജിൻ്റെ ബാങ്കും. ഹജ്ജിൻ്റെ ബാങ്ക് ഒരു വട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് അബൂ ഖുബൈസ് പർവ്വതം, നമ്മൾ ചെന്നാൽ കാണാം. അബൂ ഖുബൈസ് പർവ്വതം എപ്പോഴും ഉയർന്നു നിൽക്കുന്നൊരു പർവ്വതമാണ്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ് ഹുജ്ജു ബൈത റബ്ബിക്കും. വീട് കഅബ ഉണ്ടാക്കിയിട്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി മാത്രമല്ല കഅബ ഉണ്ടാക്കണം, ആരും ഇല്ലല്ലോ. പിന്നെ മറിയം ബീവി അല്ലേ, ഒരാളും മനുഷ്യനില്ലാതെ. അല്ല, ഇതിപ്പോൾ എന്തിനാന്ന് ചോദിക്കൂലേ ഇബ്രാഹിം നബി? നിങ്ങൾ വിളിച്ചോളൂ ഇബ്രാഹിം നബി, ആളുകൾ വന്നോളുന്ന. ഒരു മനുഷ്യന്മാരും ഇല്ല. ആകെ ഉള്ളത് ആദ്യം എത്തിയത് ഇബ്രാഹിം നബിയും ഹാജർ ബീവിയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. പിന്നെ ഒരു 2 ആളും കൂടിയും കഅബ ഉണ്ടാക്കുകയാണ്. ആരുമില്ലല്ലോ. മക്ക എന്ന പ്രദേശത്ത് ആരുമില്ല. മൃഗങ്ങളും കാടും മാത്രമേ ഉള്ളൂ. മരുഭൂമി തന്നെ ഉള്ളൂ. കുറേ പാറക്കല്ലുകളും അവിടെയാണ് ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യനും ഇല്ലാതെയാണെന്ന് വിളിച്ചു പറയുന്നത്. അബൂ ഖുബൈസ് പർവ്വതത്തിൽ ചെന്നിട്ട് വിളിച്ചു പറയാണ്. അങ്ങനെ വാജാബ മൻ ഖദ്ദറ ലഹു അൻ യഹുജ്ജ മിനൽ അസ്റാബി വൽ അർഹാം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അങ്ങനെ അന്ന് ഗർഭപാത്രത്തിലോ പുരുഷന്മാരുടെ മുതുകിലൊക്കെ ഉള്ള ആളുകൾ അന്ന് വിളിച്ചു പറഞ്ഞു ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന്. അന്ന് നമ്മളുണ്ടല്ലോ. നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മളുണ്ടല്ലോ. ഇബ്രാഹിം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിലുണ്ടല്ലോ. അത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇഹ്ബിത്തു മിൻഹാ ജമീഅൻ. അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞത്, ഇഹ്ബിത്തു, ഇറങ്ങിക്കോളൂ സ്വർഗ്ഗത്തിൽ നിന്ന്. മിൻഹ, നിങ്ങൾ ഇറങ്ങിക്കോളൂ. മിൻഹ, സ്വർഗത്തിൽ നിന്ന്. ജമിയാൻ, എല്ലാവരും ഇറങ്ങിക്കോളൂ.
അപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ ഇബ്രാഹിം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിലുണ്ട്, ഞാനും നിങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇത് വിളിക്കണ സമയത്ത് ഒരുപാട് പിതാക്കന്മാരുടെ മുതുകിൽ എൻ്റെയും നിങ്ങളുടെയും വാപ്പ അന്ന് ഇബ്രാഹിം നബി വിളിക്കണമെന്നുണ്ടല്ലോ, ഏതോ ഒരു വാപ്പ ഉണ്ടല്ലോ, അല്ലാതെ നമ്മളേതോ ഒരു വാപ്പ മണ്ണിന്ന് മുളച്ചു പൊന്തിയതില്ലല്ലോ. നമ്മളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിക്കുന്ന സമയത്ത് എൻ്റെയും നിങ്ങളുടെയും എത്രാമത്തെ വാപ്പയെ നമുക്കറിയില്ല, 100ാമത്തെ വാപ്പേ 200ാമത്തെ വാപ്പയെന്നറിയില്ല. ഇപ്പോൾ നമ്മൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയലുണ്ട് 40ാമത്തെ മകനാണ് എന്നൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വാപ്പയാണല്ലോ ഇബ്രാഹിം നബി. 20 വാപ്പാരെ പേര് നമുക്കറിയാം നബിൻ്റെ. പിന്നെ എത്രയോ പോയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തുന്നത്. 40 50 ഒക്കെ പിതാക്കൾ. അപ്പോൾ നമ്മളെ വാപ്പന്നുണ്ട്, അന്ന് നമ്മളെ വാപ്പാരെ മുതുകിൽ നമ്മളുണ്ട്. അന്ന് ആരൊക്കെയാണോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞത്, അപ്പോൾ വിളിച്ച വാപ്പ തന്നെ മറുപടി വരണ്ടേ. അന്ന് ലബ്ബൈക്ക് മറുപടി വരുന്ന ആൾക്കാരാണ് ഹജ്ജിന് പോകണം. നമുക്ക് അൽഹംദുലില്ലാ അന്ന് മറുപടി വരാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അന്ന് മറുപടി പറഞ്ഞതാണ്, പക്ഷെ പോക്ക് ഇപ്പോഴാണ് തുടങ്ങുന്നത് മാത്രം. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സമയം നൂറ്റാണ്ടുകൾ എടുത്തു. 1000 2000 3000 ഒക്കെ കൊല്ലം എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇടയിൽ ഒരു 5000 കൊല്ലെങ്കിലും ഉണ്ടാകും. പിന്നെ അള്ളാഹിൻ്റെ റസൂലിന് നമ്മുടെ ഇടയിൽ ഒരു 1500 കൊല്ലമായി. അവർ 6500 കൊല്ലം മുമ്പ് മറുപടി കൊടുത്താൽ നമ്മൾ, ഞാൻ നീട്ടി പറയുന്നില്ല. എന്നിട്ട് എഴുത്തൂക്ക, അങ്ങനെ അവർ വരും. റിജാലൻ, കാൽനടയായിട്ടും, വാല കുല്ലി ളാമിരിൻ, വാഹനപ്പുറത്തും ഒട്ടകപ്പുറത്തും യാത്ര ചെയ്യാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ പരിശീലനം കിട്ടിയ ഒട്ടകത്തിൻ്റെ പേരാണ് ളാമിർ എന്ന് പറയാം. അതിന് മെലിഞ്ഞ ഒട്ടകമായിരിക്കും, കാരണം തടിച്ച ഒട്ടകത്തിന് യാത്ര ചെയ്യാൻ കഴിയില്ല. മെലിഞ്ഞ ഒട്ടകപ്പുറത്തും അവർ വരും. യൗതീൻ, അവർ വരും. ആ ഒട്ടകങ്ങളൊക്കെ വരും. മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, ഒരുപാട് ദീർഘമായ വഴികൾ താണ്ടി അവർ കടന്നു വരും. നമ്മളൊക്കെ അതിൽ പെട്ടതാ. നമുക്കൊക്കെ വിമാനത്തിനാണ് പറഞ്ഞാൽ മതി. ഞാൻ ആ സംഭവം പറഞ്ഞുതരാം. മുഹമ്മദ് ബിൻ യാസീൻ റഹിമഹുല്ല പറയാണ്, ഞാനിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരു വയസ്സൻ ചോദിച്ചു, നിങ്ങളെവിടുന്നാണ് ചോദിച്ചു. വയസ്സായ ആളാണ്. നല്ല വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ. നല്ല വയസ്സന്മാരെ കാണാൻ അറമ് പോയാൽ മതി, നടക്കാനും കഴിയില്ല, ചുമന്നൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളെവിടുന്നാണ് ചോദിച്ചു. ഞാൻ ഖുറാസാൻ എന്നാണ്. ഇറാൻ്റെ ആ തലക്കലാണല്ലോ ഖുറാസാൻ. അപ്പോൾ എത്ര ദിവസം നിങ്ങൾ യാത്ര ചെയ്ത് ചോദിച്ചു. ഖം ബൈനക്കും ബൈനൽ ബൈത്ത്, അല്ല ഞാൻ 2-3 മാസം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. നടന്നു വന്നായിരിക്കും, നടന്നു വന്നതാണ്. അപ്പം മൂപ്പര് പറയണ വേസ്, അപ്പം നിങ്ങളൊക്കെ ഹറമിൻ്റെ അയൽവാസികളാണല്ലേ. അപ്പം നിങ്ങളൊക്കെ ഹറമിൻ്റെ അയൽവാസികളാണല്ലേ. അപ്പോൾ നിങ്ങളിവിടുന്നാണ് ചോദിച്ചു ഇയാൾ. മിൻ ജീത്ത്, അപ്പോൾ നിങ്ങളിവിടുന്നാണ് വരുന്നു ചോദിച്ചു. ഞാൻ മിൻ മസീറത്തി 5 സനവാത്തിൻ, ഞാൻ 5 കൊല്ലമായി യാത്ര പുറപ്പെട്ടിട്ട്, നടക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. വഹറജ് തുവാന ഷാബുൻ, നടന്നപ്പോൾ ഒക്കെ പുറപ്പെട്ടപ്പോൾ ഞാൻ യുവാവായിരുന്നു. ഫക്ത ഹെൽത്തു, ഇപ്പം ഞാൻ ഒരു മധ്യവയസ്കനായി തീർന്നിട്ടുണ്ട്. ഈ പുറപ്പെട്ടപ്പോൾ യുവാവാണ്, ഞാൻ ഒരു മധ്യവയസ്കനായിട്ടുണ്ട്. യാത്ര ചെയ്ത് 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 ക്ഷീണിച്ചിട്ട് ഒരു മധ്യവയസ്കനായി തീർന്നിട്ട് 5 വർഷവും കഴിഞ്ഞില്ലേ. ഒരു 40 വയസ്സ് പിന്നിട്ടുണ്ടാവും എന്നർത്ഥം. 40-ന് മുമ്പ് പുറപ്പെട്ട് 35 വയസ്സാകുമ്പോഴൊക്കെ പുറപ്പെട്ട് ഒരു 40 വയസ്സൊക്കെ എത്തിയപ്പോൾ മുപ്പര് മധ്യവയസ്കനായല്ലോ. കഹിൽ എന്ന് പറയാം അവർക്ക് അറബിയിൽ. വല്ലാഹി ഹാദിഹി തഅത്തുൽ ജമീല വൽ മഹബ്ബത്തു സ്വാദിഖ. അപ്പോൾ ഇയാൾ മറുപടി വരാണ്, ഇതാണ് യഥാർത്ഥ ഇബാദത്ത്, ഇതാണ് യഥാർത്ഥ അനുസരണം. അൽ ജമീല, മനോഹരമായ അനുസരണം എന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹു വിളിച്ചിട്ടുള്ള ആ വിളിക്കുത്തരം ചെയ്യാൻ വേണ്ടി 5 കൊല്ലം തുടർച്ചയായി നടന്ന ഇയാളാണ്, നിങ്ങളാണ് ഏറ്റവും മനോഹരമായ ആരാധന നിർവഹിച്ചത്. വൽ മഹബ്ബത്തു സ്വാദിഖ, ഇതാണ് സത്യമായ കലർപ്പില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞു അല്ലേ. കലർപ്പില്ലാത്ത സ്നേഹം. മുഹിബിനെ തേടി മക്കയിലേക്ക് വന്നതാണ്. തൻ്റെ ഇഷ്ടവാചനമായ അള്ളാഹുവിനെ തേടി കഅബയിലേക്ക് വന്നതാണ് 5 കൊല്ലം സഞ്ചരിച്ചിട്ട്. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് ഒരു പാട്ട് പാടി. സുർമൻ ഹവീത വ ഇൻ ശത്വത് ബിക ദാറു വഹല മിൻ ദൂനിഹി ഹുജുബും വ അസ്താറു. നീ സ്നേഹിക്കുന്നവരെ നീ സന്ദർശിക്കുക. എത്ര വീട് അകലത്തിലാണ് വീടെങ്കിലും നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്നയാളെ നീ സന്ദർശിക്കുക.
വഹാല മിൻ ദൂനിഹി ഹുജുബും വാസ്താർ, അതിനിടയിൽ എത്ര മറകളുണ്ടെങ്കിലും എത്ര ഭിത്തികളുണ്ടെങ്കിലും നീ പ്രേമിക്കുന്ന ആളെ നീ കാണാൻ പോവുക. ലാ യംനഅന്നക ബുഅദുൻ അൻ സിയാറതിഹി ഇന്നൽ മുഹിബ്ബ ലിമൻ യഹ്വാഹു സവ്വാറു. പ്രേമം എന്ന് പറയുന്നത് അതിന് അകലം തടസ്സമല്ല. ഒരാളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര അകലെ നിന്നും അയാളെ കാണാൻ വേണ്ടി പോകും. നമ്മളൊക്കെ കേൾക്കാറില്ലേ, ഓരോരുത്തരോ പെണ്ണൊക്കെ കെട്ടിക്കൊണ്ടുവരുന്നത് സോഷ്യൽ മീഡിയ വഴി. ഓരോരുത്തരെ അമേരിക്കയിലുള്ളതോ റഷ്യയിലുള്ളതോ ചൈനയിലുള്ളതോ ഒക്കെ ആ പെണ്ണിനെ ഇഷ്ടപ്പെടും, ആ പെണ്ണ് ആണിനെ ഇഷ്ടപ്പെടും. നമ്മളെത്രയോ വാർത്തകൾ കേൾക്കലുണ്ട്. ഈ കാമുകനെ കാണാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നു, ഏത് ഒരുപാട് യാത്ര ചെയ്തിട്ട് ഇയാൾ അങ്ങോട്ട് പോയി എന്നൊക്കെ കേൾക്കാറില്ല. അങ്ങനെയാണ് സ്നേഹം, അതാണ് പ്രേമം. ഈ ഒരു പ്രേമമാണ് നമുക്ക് അള്ളാഹിനോടുള്ളത്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോടുള്ളത്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആള് എല്ലാം ഒഴിവാക്കുകയാണ്. കുടുംബത്തെ വിട്ട്, സമ്പത്ത് വിട്ട്, സ്വന്തം രാജ്യം ഒഴിവാക്കി, സ്വന്തം വസ്ത്രം പോലും ഒഴിവാക്കി, അല്ലേ, ധരിച്ചിരുന്ന വസ്ത്രം ഒഴിവാക്കി, അയാളെ വാഹനം അവിടെ നിർത്തിവെച്ച്, എല്ലാം സുഹൃത്തുക്കളെ ഒഴിവാക്കി, കച്ചവടം ഒഴിവാക്കി, ബിസിനസ് നിർത്തിവെച്ച്, എല്ലാം ഒഴിവാക്കി അയാൾ എന്ത് ചെയ്യാണ്? ഹജ്ജിന് പുറപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യണം. അപ്പം പിന്നെ വേറെ ആളുകളുടെ ബന്ധമൊന്നും അവിടെ തീരെ നോക്കുന്നില്ല. അള്ളാഹു ആ വിധത്തിൽ ഹജ്ജ് മുറയൊക്കെ നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പോൾ പഴയ വസ്ത്രമൊക്കെ ഒഴിവാക്കി കഫംപുടൊക്കെ ധരിച്ച്, അഥവാ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഇന്നലെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കുളിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ആ കുളിയിൽ എന്ത് ചെയ്യണം? നിയ്യത്തൊക്കെ ചെയ്തുകൊണ്ടാണ് കുളിക്കേണ്ടത്. നേരത്തെ കുളിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ ഞാൻ കുളിച്ചണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുളിക്കാതിരിക്കരുത്. വിവാദത്തിൻ്റെ കുളിയാണ്, ജുമുഅൻ്റെ കുളി പോലെയുള്ള കുളിയാണ്. ജുമുഅക്ക് പോകുന്ന ആളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു വൃത്തികേടും ഇല്ലെങ്കിലും അയാൾ നേരെ പുഴയിൽ ഒന്ന് കുളിച്ചിട്ടുണ്ട്, അപ്പം നിയ്യത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ജുമുഅക്ക് പോകാൻ വേണ്ടി വേറെ കുളിക്കണം. അത് ആ പുറപ്പെടുന്നതിൻ്റെ നേരെ മുമ്പ് കുളിക്കുക എന്നൊന്നുമില്ല, ഏകദേശം അടുപ്പിച്ചിട്ട് കുളിക്കുക. അങ്ങനെ കുളിക്കേണ്ട 10 സ്ഥലങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ആ 10 സ്ഥലങ്ങളിൽ നിന്ന് സാധ്യമായ സ്ഥലങ്ങളൊക്കെ ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തു. അതിന് മുമ്പ്, കുളിക്കുന്നതിന് മുമ്പ് ബിഹലക്കിൽ ആനത്തി, അയാൾ കുഹ്യരോഗങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതാണ്. വനത്തുഫിൽ ഇബുത്തി, ഇലാഹിൻ്റെ 77-ാമത്തെ പേജ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം, ആയത്തും അതിൻ്റെ ഈ ചരിത്ര സംഭവം ഉള്ളത് തഫ്സീറുൻ നസഫിയിലാണ് കേട്ടോ. തഫ്സീർ നസഫി സൂറത്തുൽ ഹജ്ജ് 27-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്താണ് ഞാൻ ഈ പറഞ്ഞ കഥയും ഈ തഫ്സീറുള്ളത്. വദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജ് കൊണ്ട് വിളിച്ചു പറയണം, ഹജ്ജിന് വരാൻ വേണ്ടി ആൾക്കാരോട് പറയണം. എന്നാൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ എത്തിച്ചോളും, ഞാൻ അവരെ ഹൃദയത്തിൽ കാബയോടുള്ള മഹബത്ത് ഇട്ടോളും, ഈ കാബയെക്കുറിച്ചുള്ള വാർത്ത ഞാൻ കൊടുത്തോളും, അതിനോടുള്ള ബഹുമാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളും. അങ്ങനെ ആകുമ്പോൾ എഴുത്തൂക്കരിച്ചാല, കാൽനടയായിട്ട് അവർ വരും. ആലാക്കുല്ല വാമിരിൻ, വാഹനപ്പുറത്തും. കാൽനടയായിട്ട് പോകലാണ് ഉത്തമം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ തഫ്സീറിൽ നിന്നാണ് ഗവേഷണം ചെയ്തത്. കാരണം ആദ്യം അള്ള പറഞ്ഞാൽ എന്താ? കാൽനടയായിട്ട് വരിക എന്നുള്ളതാണല്ലോ, പിന്നെയാണല്ലോ വാഹനപ്പുറത്ത് വരിക എന്നുള്ളത്. അപ്പോൾ കാൽനടയായിട്ട് ഹജ്ജ് ചെയ്യലാണ് ഉത്തമം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്നാണ് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത്. എഴുത്തീൻ, അവർ വരും. മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, ദീർഘമായ വടികളിലൂടെ അവർ വരും. അമേരിക്കയിൽ നിന്ന് വരും, ആഫ്രിക്കയിൽ നിന്ന് വരും, അന്റാർട്ടിക്കയിൽ നിന്ന് ആളുണ്ടെങ്കിൽ അവിടെ വരും. ലോകത്ത് മുസ്ലിമീങ്ങളായിട്ട് എവിടെ താമസിക്കുന്നുണ്ടോ അവർക്ക് 10 ലക്ഷം രൂപ ചിലവായാലും 25 ലക്ഷം രൂപ ചിലവായാലും കാബയോടുള്ള മഹബത്ത് അള്ളാഹു ഇട്ടെടുത്തുകൊണ്ട് അന്ന് വിളിക്കുത്തരം ചെയ്തവർ വന്നിരിക്കും. എത്ര പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും. നമ്മളെന്നിപ്പോൾ ഓരോരുത്തരും 4 ലക്ഷം റുപ്യക്ക് ചിലവാക്കുന്നുണ്ടല്ലോ. നമ്മളാരും ചിന്തിക്കണില്ല, പഠിച്ചോനെ 4 ലക്ഷമാണ് ഇപ്പോൾ ഈ പോണത്. ഇല്ല, ചിന്തിക്കണില്ല. കാരണം നമുക്ക് മനസ്സടത്തണം, അതിന് എത്ര റുപ്യ ചിലവായാലും വേണ്ടില്ല. അതിന് ചിലവാക്കുന്നത് ഞാൻ ചിലവാക്കേണ്ടതാണ്, അതിൻ്റെ ഉത്തരവാദിത്തമാണ്, ഇഷ്ടത്തോടു കൂടിയാണ് ഓരോ മനുഷ്യനും ചിലവാക്കുന്നത്. അതിനു വേണ്ടിയാണ് മനുഷ്യൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോൾ വൃത്തിയാവണം. അതിന് ഗുഹ്യരോമങ്ങളൊക്കെ വൃത്തിയാക്കണം. കക്ഷരോമം പറിക്കുകയോ അല്ലെങ്കിൽ പഠിച്ചു മാറ്റുകയോ ചെയ്യണം. മീശ വെട്ടണം. ചില ആൾക്കാരൊക്കെ മീശയൊക്കെ ഇങ്ങനെ സ്റ്റൈലാക്കാറുണ്ട്, മീശയൊക്കെ ഇങ്ങനെ ചുണ്ടുമൊക്കെ ഇറങ്ങി. അങ്ങനെയൊന്നും ആവരുത്.
ഹാജിമാർ പ്രത്യേകിച്ചും ആ പഴയ ശീലക്കട ഒഴിവാക്കുക. ചുണ്ടിൻ്റെ ചുവപ്പിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ മീശ നീട്ടാൻ പാടില്ല. നമ്മുടെ മീശക്ക് മീശ എന്ന് പേര്, ഷാരിബ് എന്ന് പേര് പറയാൻ തരുന്നത് അതുകൊണ്ടാണ്. നമ്മളെ കൂടെ വെള്ളം കുടിക്കുന്നവരുണ്ട്. വെള്ളം കുടിക്കേ, ശരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഷാരിബ് എന്ന് പറയുന്നത് എന്താ അർത്ഥം? കുടിക്കുന്ന ആൾ. അപ്പോൾ വെള്ളം കുടിക്കുന്ന ആൾക്കാണ് ഷാരിബ് എന്ന് പറയാം. ശരിബൽ മാന്നാണ് വെള്ളം കുടിച്ചു. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ മീശക്കൊരു പങ്കുണ്ടാവുമല്ലോ, മീശയും കൂടെ കുടിക്കുമല്ലോ എന്ന് എഴുതിയിട്ടാണ് മീശക്ക് അറബി ഭാഷയിൽ ഷാരിബ് എന്ന് പേരൊക്കെ കാരണം. അപ്പം അങ്ങനെ കൂടെ കുടിക്കാൻ വിടരുത്, മുമ്പിൽ കണ്ടാൽ മതി കുടിക്കുന്നത്. അപ്പം ചുണ്ടിൻ്റെ ചുവപ്പ് വെളിവാകുന്ന വിധം എന്ത് ചെയ്യണം? മീശ വെട്ടണം. ഇലാഹ് ഹസിയത്തുൽ ഇലാഹ് 77-ാമത്തെ പേജാണ്. ചില ആൾക്കാരൊക്കെ കിതാബ് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേജ് നമ്പറൊക്കെ പറയുന്നത്. അപ്പോൾ തക്ലീമുൽ അദ്ഫാർ, നഖം മുറിക്കണം. നാവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വലത്തെ കൈയാണ് ആദ്യം മുറിക്കേണ്ടത്, പിന്നെ ഇടത് കൈ, വലത് കാല്, ഇടത് കാല് എന്ന രീതിയിൽ എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തതിന് മുന്തിക്കൽ സുന്നത്താണ്. ഇനി പറയണ്ടല്ലോ, കുളിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നേരെ വെള്ളം പറന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരബിദഹു ബിസ്സമഗീൻ ഔ ഖിതമിയ്യിൻ എന്തെങ്കിലും അല്ലെങ്കിൽ സോപ്പോ മറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് തല കഴുകണം എന്നാണ്. ഇതാണ് 3 കാര്യങ്ങൾ. ഒന്ന് കുളിക്കുക അല്ലേ, രണ്ടാമത്തത് യസ്തക്മിന തൻളീഫ, നല്ലോണം വൃത്തിയാവുക എന്നുള്ളതാണ്. മൂന്നാമത്തത് തല എന്ത് ചെയ്യുക, സോപ്പോ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക എന്നുള്ളതാണ്. നാലാമത്തത് നന്നായിട്ട് കുളിക്കുക എന്നർത്ഥം. നാലാമത്തെ യത്തജറദൽ മൽബൂസില്ലതി യഹ്രിമാൽ മഹ്രിമി ലബസുഹു, ഇഹ്റാം ചെയ്തവന് ധരിക്കൽ ഹറാമായ എല്ലാ വസ്ത്രങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് വേൽസമു ഇസാറൻ വരിദാൻ, പുരുഷന് ഒരു മുണ്ടും ഒരു തുണിയും മതി. പഴയ കാലത്ത് മാപ്പിളാർക്കൊക്കെ ഒരു മുണ്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്ന സാധനമുണ്ട് അല്ലേ. ഒരു തുണി, ഒരു ഇസാർ, പാൻറ്റ്, ഖമീസ് അല്ലെങ്കിൽ സൂട്ടും കോട്ടും ഒക്കെ ഒഴിവാക്കി. അത് വെളുത്ത വസ്ത്രമായിരിക്കും സുന്നത്താണ്. കറുത്തതായാലും വേറെ കളറായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ മത്സരയ്ക്ക് പോവാണല്ലോ, പിന്നെ വെള്ള വസ്ത്രം തന്നെ ആയിക്കോട്ടെ. ജദീദൈൻ, പുതിയതോ ഔ നളീഫൈൻ, അല്ലെങ്കിൽ വൃത്തിയുള്ളതോ ആയ, പുതിയതോ വൃത്തിയുള്ളതോ ആയ 2 വസ്ത്രം ആണ് സുന്നത്ത്. വയക്രഹുൽ മസ്ബൂഹ്, ചായ മുക്കിയതൊക്കെ കറാഹത്താണ്. നമ്മൾ നേരെ വൈറ്റ് വസ്ത്രം ധരിക്കുക. എൽബസ് നഅലൈൻ, 2 ചെരുപ്പ് ധരിക്കുക. 2 ചെരുപ്പ് ധരിക്കുക. നമുക്ക് എല്ലാ സമയത്തും ചെരുപ്പ് ധരിക്കൽ സുന്നത്ത് തന്നെയല്ലേ. നമ്മളിപ്പോൾ ഷൂ മറ്റു മറിച്ചൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഹറമിൽ പോയാൽ ഫുള്ള് ചെരുപ്പേ കാരണം. എന്താ അങ്ങനെ ആകാൻ കാരണം? എന്താ ഇപ്പോൾ ഷൂ ഇട്ടാൽ? അല്ലെങ്കിൽ ഷൂ ഒഴിവാക്കിയിട്ട് അതൊന്നും ആവണ്ടേ. നമ്മൾ സാധാരണ ഇപ്പോൾ പല ഐറ്റം ചെരുപ്പിടാറുണ്ട്. ഷൂ അല്ലാത്ത, ഹവായിൻ്റെ ചെരുപ്പല്ലാത്ത ചെരുപ്പിടാറുണ്ട്. എല്ലാവരും ഹവായി ചെരുപ്പ് എടുക്കാൻ കാരണം എന്താ? ഇങ്ങനെ കാലൊന്നും കവറൊന്നും ചെയ്യാത്ത ചെരുപ്പെടുക്കാൻ കാരണം. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചെരുപ്പിലുണ്ടല്ലോ എൽബസ് നഅലൈൻ എന്ന് ഇമാം നവവി തങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെരുപ്പാണ് ധരിച്ചത്. അപ്പോൾ അതേമാതിരി നമ്മളും ധരിക്കുക. നമ്മൾ 10-600 റുപ്യ കൊടുത്താൽ ഹവായിൻ്റെ ചെരുപ്പല്ലാതെ മൂടുന്ന രീതിയിലുള്ള ഇതൊക്കെ കിട്ടും. പക്ഷേ 2 വള്ളിയുള്ള ചെരുപ്പാണ് നമ്മളൊക്കെ വാങ്ങുക. 2 വള്ളിയുള്ള. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് ധരിച്ചത്. അതാണ് താഴ്മ എന്ന് പറയുന്നത്. ജീവിതത്തിൽ തന്നെ ആണെങ്കിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവില്ല ഹവായിൻ്റെ. ഇപ്പൊക്കെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഹവായിൻ്റെ ചെരുപ്പൊക്കെ വാങ്ങും, വള്ളിച്ചെരുപ്പൊക്കെ വാങ്ങും. പക്ഷേ ഹാജിമാരെല്ലാവരും ഇങ്ങനെ ഒന്നുമില്ല, അത് 100 റുപ്യൻ്റെ 120 റുപ്യൻ്റെ ആ ചെരുപ്പ് ധരിക്കുക. നോക്ക് നിങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു ആത്മീയത മനുഷ്യനെ അടിമയാക്കി മാറ്റാൻ, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ഏറ്റവും ചെറിയ അടിമയാക്കി മാറ്റാനുള്ള ഒരു മാർഗ്ഗമാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നല്ലേ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരിക്കൽ പറഞ്ഞിട്ട് അനിഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. അനിഖ്ലഅന അലൈക, തൂരിസീന പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത്
മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു നഖ്ലന അലൈക്ക്, ചെരുപ്പ് ഊരിട്ട് കയറിയാൽ മതി. അതൊരു അദബാണ്. നമുക്ക് ചെരുപ്പ് ഊരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഏറ്റവും വില കുറഞ്ഞ ആ ചെരുപ്പ് ഉറപ്പുണ്ടായിക്കോട്ടെ കേട്ടോ. ആൾക്കാർ ചെരുപ്പ് മുലൊക്കെ തട്ടും, കയറൊക്കെ ചെയ്യും. അപ്പം വള്ളി പൊട്ടിയാൽ ചിലപ്പോൾ നടന്നു പോകാൻ കഴിയില്ല. വള്ളിയൊന്നും പൊട്ടാതെ കുറച്ച് ഉറപ്പുള്ള ചെരുപ്പ് വാങ്ങിക്കൊണ്ടാവുക അതിൻ്റെതാണെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിൻ്റെ രൂപം നിങ്ങൾക്കറിയാലോ. ഒരു പഴയ കാലത്തൊക്കെ ധരിച്ചിരുന്നല്ലോ, തോലിൻ്റെ ചെരുപ്പായിരുന്നു. പഴയ കാലത്തൊക്കെ മുതടി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. മുതടി എന്ന് പറയും. മരത്തിൻ്റെ ഒക്കെ ഉണ്ട്, മരത്തിൻ്റെ ചെരുപ്പുണ്ടാവും. അപ്പോൾ ഇത് തോലിൻ്റെ ഒരു ചെരുപ്പായിരുന്നു. അപ്പോൾ അതേമാതിരിയുള്ള ആകൃതിയിലുള്ള ഒരു ചെരുപ്പാണ് നമ്മൾ ഹജ്ജിൽ ധരിക്കുന്നത്. വൃത്തി വേണം, ഉറപ്പും വേണം. ചെരുപ്പിൻ്റെ ഉറപ്പ് വേണം എന്ന് പറയാൻ കാരണം നല്ല ചൂടൊക്കെ ആണെങ്കിൽ ചെരുപ്പിടാതെ നമുക്ക് നടക്കാൻ കഴിയില്ല. മത്താഫിൽ അത്ര ചൂടുണ്ടാവില്ല. അതേ സമയത്ത് നേരെ റോട്ടുമക്കടെ ഇറങ്ങിയ കാലും കൊണ്ട് വെക്കാൻ കഴിയില്ല, ഒരടി വെക്കാൻ കഴിയില്ല, കാല് പൊള്ളിപ്പോവും, അത്രയും ചൂടായിരിക്കും. അപ്പോൾ എനിക്കങ്ങനെ ഒരു അനുഭവമുണ്ട്. ചെരുപ്പ് അങ്ങനെ പോയിട്ട് അല്ലാഹ് എങ്ങനെയാണ് റൂമിലേക്ക് എത്തിയെന്നറിയില്ല. ഉച്ച സമയത്ത് അങ്ങനെയാണെങ്കിൽ ആ പോകാതിരിക്കുന്നല്ലേ, കാല് പൊള്ളിയിട്ട് മുറിയായി പോകും. പിന്നെ വൈകുന്നേരമൊക്കെ ആയിട്ട് ചൂടൊക്കെ ആറിയിട്ട് പോകാമെന്നൊക്കെ ഉണ്ട്. ഉച്ചക്കൊക്കെ പോയാൽ പ്രശ്നമാണ്. ഉച്ചക്കല്ല വൈകുന്നേരമൊക്കെ ഉണ്ടാവും ചൂട്, നല്ല പഴുത്ത് നിൽക്കുന്ന. ഞാനും ബേജാറാവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊട്ടൊന്നുമില്ല ആരും ചെരുപ്പൊന്നും. വള്ളിയൊക്കെ ഉറപ്പുള്ള നല്ല ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞതാണ്. മറ്റ താഴ്മ കരുതിയിട്ട് ആ 50 ഉറുപ്പ്യക്ക് 2 കിട്ടുന്ന ചെരുപ്പ് വാങ്ങിയിട്ട് പോയാലേ ആൾക്കാർ ചവിട്ടും പൊട്ടും. അപ്പോൾ 2 ചെരുപ്പ് ധരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ പുതിയതോ അല്ലെങ്കിൽ വൃത്തിയുള്ളതോ എന്ന് പറയുന്ന വസ്ത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി പുതിയതാണോ അല്ലെങ്കിൽ വൃത്തിയുള്ളതായാലും മതി. അത് കഴുകണമെന്ന് ചോദിച്ചാൽ വൃത്തികേടുണ്ടെങ്കിൽ കഴിക്കാൻ മതി. മുമ്പൊക്കെ ഹജ്ജിന് പോയ ആൾക്കാരുണ്ടാവില്ല, ഓല് കൊണ്ടുവന്ന വസ്ത്രമൊക്കെ ഉണ്ടാവും, അത് ധരിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ബർക്കത്ത് എഴുതി ധരിക്കുന്ന ആൾക്കാരുണ്ടാവും, പഴയത് വാപ്പയോ അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ ഇഹ്റാം ചെയ്ത വസ്ത്രം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വൃത്തി ഉണ്ടായാൽ മതി. വൃത്തി വളരെ പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കുളിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഇഹ്റാമിന് വേണ്ടി കുളിക്കണം. ഇപ്പോൾ ജംറൻ്റെ കല്ലൊക്കെ ഉണ്ടല്ലോ, എറിയാനുള്ള കല്ല്, ആ കല്ലൊന്ന് കഴുകൽ സുന്നത്താണെന്നുണ്ട്. ജംറക്ക് എറിയുന്ന കല്ലുകൾ കഴുകൽ സുന്നത്താണ്. ഒരു കുപ്പി വെള്ളം കൊണ്ട് കുറച്ചിങ്ങനെ കഴുകിയായിട്ട് എറിഞ്ഞാൽ മതി, വൃത്തിയുള്ള കല്ലാവുക എന്നുള്ളതാണ്. എറിഞ്ഞതിന് മുമ്പ് കഴുകാന്നല്ല, കല്ല് നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് പൊറുക്കിയാൽ 23-21 കല്ല് പൊറുക്കുമല്ലോ. അപ്പോൾ ആ കല്ലൊക്കെ ഒന്ന് കഴുകൽ സുന്നത്താണ്. പിന്നെന്താ ചെയ്യേണ്ടത്? സുഗന്ധം പൂശ. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുഗന്ധം പൂശാൻ പറ്റില്ല. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അതിൻ്റെ ഒരുക്കാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? സുഗന്ധം പൂശണം. വല്ലൗലാ യഖ്തസിറ അലാ തത്യ്യിബി ബദനി, ശരീരത്തിൽ പൂശിയാൽ മതി, ദൂന സിയാബിഹി, വസ്ത്രത്തിൽ വേണ്ട. സുഗന്ധം ശരീരത്തിലാണ്, വസ്ത്രത്തിൽ അല്ല. നമ്മൾ വസ്ത്രത്തിലേക്കല്ലേ സ്പ്രേ അടിക്കാറുള്ളത്, സ്വന്തം അടിക്കാറ്. വായക്കുന ബിൽ മിസ്കി, മിസ്ക് കൊണ്ട് ആകലെ ഒന്നുകൂടി നന്നായി. മിസ്ക് ഒന്നും ഇപ്പോൾ നമുക്ക് കിട്ടൂല കേട്ടോ, കസ്തൂരിയൊന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയുന്നുണ്ട്, ത്വയ്യബതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഹറമ ഫി ഹജ്ജത്തിൽ വദാഇൽ ഇഹ്റാം ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹിൻ്റെ റസൂലിന് സുഗന്ധം പുരട്ടിക്കൊടുത്തു. ആയിഷ ബീവി ഭർത്താവിന് സുഗന്ധം പൂശി കൊടുത്തിക്കാണ്. ഒന്നിച്ചായിരുന്നല്ലേ, നബിൻ്റെ എല്ലാ ഭാര്യമാരും ഉണ്ടായിരുന്നു ഹജ്ജിന്. അവരൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഹജ്ജാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ സുഗന്ധം യുനഇശുൻ നഫ്സ, മനസ്സിനൊരു ഉന്മേഷം ഉണ്ടാക്കി തീർക്കും. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ആശയിൽ പറയാണ്, സുഗന്ധം സുന്നത്താണ് കാരണം യുനഇശുൻ നഫ്സ, ഇത് മനസ്സിനൊരു വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാക്കും. യുഖവ്വിഹ, മാനസികമായിട്ട് അത് മനുഷ്യന് നല്ല കരുത്തുണ്ടാക്കും. അതാണ് ഇതിന് കാരണം. അപ്പോൾ ഇബാദത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടും. സുഗന്ധം പൂശിയാൽ നമ്മളെ ഇബാദത്തിനും ഖുർആനോത്തിനും എല്ലാ കാര്യങ്ങൾക്കും സുഗന്ധം പൂശൽ സുന്നത്തല്ലേ. ഖുർആനോദനതിന് മുമ്പൊന്ന് സുഗന്ധം പൂശ. ഇനി നമ്മൾ ഈ സൽക്കാരത്തിനും കല്യാണത്തിനും പോകുമ്പോൾ മാത്രം ഉന്മേഷം ഉണ്ടായ പോരല്ലേ, ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവണ്ടേ. പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ സുന്നത്താണ്, ഖുർആൻ ഓതാനിരിക്കുമ്പോൾ സുന്നത്താണ്, ജുമാഅക്ക് പോകുമ്പോൾ സുന്നത്താണ്. പിന്നെ നോമ്പുകാരന് സുന്നത്തില്ല, അത് നോമ്പ് വേറൊരു ഐറ്റാണ്. അപ്പോൾ നോമ്പ് അത്താഴത്തിന് സുന്നത്താണ്, നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് സുഗന്ധം പൂശൽ സുന്നത്താണ്. ഇഹ്റാം തുടങ്ങുന്നതിന് മുമ്പ് സുഗന്ധം പൂശൽ സുന്നത്താണ്. പിന്നെ മുഹരിം തന്നെ മുമ്പ് ഒരു വേറെ ലെവലിലാണ്. ഒരു വസ്ത്രമൊക്കെ മാറി ജട പിടിച്ച് എന്നൊക്കെ പറഞ്ഞ മാതിരി പൊടി പാറിയ വളരെ താഴ്മയുള്ള ഒരു അവസ്ഥയാണുള്ളത്.
വല്ലാതെ ദുർഗന്ധമൊക്കെ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോമ്പുകാരനും സുഗന്ധം പൂശുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോൾ റമദാനിൽ ആരും സുഗന്ധം പൂശാറില്ലല്ലോ. എന്നെന്താ, അത് നോമ്പ് എന്നുള്ള ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇഹ്റാമിൽ സുഗന്ധം പൂശാൻ പാടില്ല, സുഗന്ധമുള്ള അത്ര തേക്കാൻ പാടില്ല, സുഗന്ധമുള്ള സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധമുള്ള സോപ്പില്ലേ, സുഗന്ധം കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സുഗന്ധം വരുന്ന സോപ്പ്, അത്തരം സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇഹ്റാമിൽ. അപ്പോൾ ഇഹ്റാമിൻ്റെ മുമ്പ് അത് സുന്നത്തുമാണ്. അത് ശരീരത്തിലാവലാണ്. ഇനി വസ്ത്രത്തിലായാലും കുഴപ്പമില്ല, ഉത്തമം. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് വസ്ത്രത്തിലായാലും ശരീരത്തിലായാലും സുഗന്ധം പൂശൽ സുന്നത്താണ്. പക്ഷെ അത് വസ്ത്രത്തിലല്ലാതെ ശരീരത്തിലാവുന്നതാണ് നല്ലത്. തലയിലോ തടിമലോ കയ്യുമലോ കാലുമലോ നെഞ്ചത്തോ കഴുത്തിലോ അങ്ങനെ കടിച്ചാൽ മതി. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം ആയിക്കോട്ടെ. അതുകൊണ്ട് മിസ്ക് എന്ന് പറയാൻ കാരണം ഏറ്റവും വില കൂടിയതും മുന്തിയതും മിസ്ക് ആണല്ലോ. ഇനി സ്വഭാവം ഫീമാ ദക്കർന, ഈ സുഗന്ധം ഉപയോഗിക്കുന്നിടത്ത് കണക്കാണ്. റജുലു വൽ മറത്തു, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഈ സുഗന്ധം പൂശൽ സുന്നത്താണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ സുഗന്ധം പൂശൽ സുന്നത്താണ്. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് കാര്യങ്ങളോടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നാളെ പറയാൻ തോന്നുന്നുണ്ട്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അവസരം നൽകുകയും നിൻ്റെ അടിമകളാണെന്ന ബോധം നൽകുകയും ചെയ്താൻ അല്ലാഹുവേ അർഹമർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ആകാശഭൂമികളെയും അതിനിടയിലുള്ള വസ്തുക്കളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ റഹ്മാനായ റബ്ബെ, സാധുക്കളായ ഞങ്ങളെ നിൻ്റെ അടിയാറുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളെ മക്കളിലും സമ്പത്തിലും ജോലികളിലും ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദീനിലും ദുനിയാവിലും വരുന്ന അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ജോലികളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ മുറാദുകൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കുന്നവരും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد. الحمد لله رب العالمين. صلى الله على محمد.